നമസ്കാരം. ശർമിഷ്ഠ പനോളി എന്ന 22-കാരിയാണ് ഇപ്പോഴത്തെ ട്രെൻഡിംഗ് ടോപ്പിക്. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് തന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ വീഡിയോ പങ്കുവച്ച ശർമിഷ്ഠയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. രാജ്യത്തെ ആകമാനം ഞെട്ടിച്ച സംഭവമായിരുന്നു ഇത്. നിയമവിദ്യാർത്ഥിനിയും ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറുമായ ശർമിഷ്ഠ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് ബോളിവുഡ് താരങ്ങൾ നിശബ്ദത പാലിക്കുന്നുവെന്ന് ആരോപിച്ച് താൻ പ്രതികരിച്ച ഒരു വീഡിയോ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ പങ്കുവയ്ക്കുന്നു. മെയ് 14-ന് തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വീഡിയോ പോസ്റ്റ് ചെയ്ത ശർമിഷ്ഠ വീഡിയോ വിവാദമായതോടെ ഇത് നീക്കം ചെയ്യുകയും മാപ്പ് പറയുകയും താൻ ചെയ്തത് വ്യക്തിപരമായ അഭിപ്രായമാണെന്നും പറയുന്നു. എന്നാൽ വീഡിയോ നീക്കം ചെയ്യുന്നതിന് മുൻപ് തന്നെ ഈ പെൺകുട്ടിക്കെതിരെ കൊൽക്കത്ത പോലീസിൽ പരാതി ലഭിക്കുന്നു. തുടർന്ന് കൊൽക്കത്ത പോലീസ് ശർമിഷ്ഠയെ ഗുരുഗ്രാമിൽ വെച്ച് അറസ്റ്റ് ചെയ്തു. ഇതോടെ വിവാദം കനത്തു. മതനിന്ദ നടത്തൽ, ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെ സാമൂഹിക ധ്രുവീകരണം എന്നിവയാണ് ശർമിഷ്ഠയ്ക്കെതിരെ പോലീസ് ആരോപിച്ചിട്ടുള്ള പ്രധാന കുറ്റങ്ങൾ. ഇസ്ലാം മതത്തിലെ പ്രവാചകനെ അധിക്ഷേപിച്ചു എന്ന ആരോപണവും ശർമിഷ്ഠയ്ക്കെതിരെയുണ്ട്. പഹൽഗാം ഭീകരാക്രമണത്തിനെതിരെ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ കുറ്റപ്പെടുത്തി സംസാരിച്ച ശർമിഷ്ഠ ഓപ്പറേഷൻ സിന്ദൂറിനെ പ്രകീർത്തിച്ചും ഈ വിഷയങ്ങളൊന്നും പ്രതികരിക്കാത്ത ബോളിവുഡ് ഖാൻമാരെയും വിമർശിച്ചുമാണ് സംസാരിച്ചത്. പശ്ചിമ ബംഗാളിൽ നിലവിൽ മമതാ ബാനർജി സർക്കാരാണ് ഭരിക്കുന്നത്. മമതാ ബാനർജി മോദിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട എതിരാളി കൂടിയാണ്. ശർമിഷ്ഠയെ അറസ്റ്റ് ചെയ്ത് ഓപ്പറേഷൻ സിന്ദൂറിനോടും BJP സർക്കാരിനോടും മമതയ്ക്കുള്ള വെറുപ്പാണ് അറസ്റ്റിലേക്ക് നയിച്ചതെന്ന ആക്ഷേപവും നിലനിൽക്കുന്നുണ്ട്. വജാഖത്ത് ഖാൻ എന്ന യുവാവാണ് ശർമിഷ്ഠ പനോലിക്കെതിരെ പരാതി നൽകിയത്. 22-കാരിയുടെ അറസ്റ്റിന് പിന്നാലെ ഈ പരാതിക്കാരനായ വജാഖത്ത് ഖാനെതിരെയും പോലീസിൽ പരാതി ലഭിച്ചു. ശ്രീരാമ സ്വാഭിമാൻ പരിഷത്ത് നൽകിയ പരാതിയിൽ കൊൽക്കത്ത പോലീസ് ഈ യുവാവിനെതിരെ കേസെടുത്തു. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ശർമിഷ്ഠ പനോലിക്കെതിരായ കേസിലെ പരാതിക്കാരനായ വജാഹത്ത് ഖാൻ സോഷ്യൽ മീഡിയയിലൂടെ നിരന്തരമായി ഹിന്ദു ദേവതകളെയും ഹിന്ദുക്കളെയും അവരുടെ വിശ്വാസങ്ങളെയും അപമാനിച്ചിരുന്ന ആളാണെന്നുള്ള പരാതിയാണ് ലഭിച്ചത്. ഹിന്ദു ദൈവങ്ങളെ നിന്ദിക്കുകയും സനാതനധർമ്മത്തിനെതിരെ മോശം പരാമർശങ്ങൾ നടത്തുകയും ചെയ്യുന്ന നിരവധി സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഇയാൾ ചെയ്തിട്ടുണ്ടെന്ന വിമർശനവും ഉയരുന്നു. ശർമിഷ്ഠയുടെ വീഡിയോയ്ക്ക് വളരെ മുൻപ് തന്നെ അയാൾ ഇത്തരം പോസ്റ്റുകൾ ഇട്ടിരുന്നതായും ഇതിനോടകം തന്നെ അയാളുടെ പോസ്റ്റുകളുടെ സ്ക്രീൻഷോട്ടുകൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള പോസ്റ്റുകളെ കുറിച്ചൊക്കെ പരാതി ലഭിച്ചിട്ടും കൊൽക്കത്ത പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടില്ല, അയാളെ സംരക്ഷിക്കുന്നു എന്നാണ് സോഷ്യൽ മീഡിയ പ്രചരണം. സാമുദായിക ഐക്യം തകർക്കാനും രണ്ട് മതവിഭാഗങ്ങൾക്കിടയിൽ ശത്രുത സൃഷ്ടിക്കാനും ലക്ഷ്യമിട്ടുകൊണ്ട് ഇയാൾ നടത്തിയ, അതായത് വജാഹത്ത് ഖാനെ അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യം ശക്തമാണ്. ഇനി നമുക്ക് ശർമിഷ്ഠയുടെ കാര്യത്തിലേക്ക് തിരിച്ചു വരേണ്ടതുണ്ട്. എങ്ങനെയാണ് ശർമിഷ്ഠ അറസ്റ്റിലാവുന്നത്? ശർമിഷ്ഠ തന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ പങ്കുവച്ച വീഡിയോയ്ക്ക് താഴെ വലിയ ഹെയ്റ്റ് ക്യാമ്പയിൻ നടന്നു. #അറസ്റ്റ് ശർമിഷ്ഠ പോലെയുള്ള നിരവധി ഹാഷ്ടാഗുകൾ സാമൂഹിക മാധ്യമങ്ങളിൽ നിറഞ്ഞു. വധഭീഷണിയും നിരവധി പരാതികളുമാണ് ശർമിഷ്ഠയ്ക്കെതിരെ കൊൽക്കത്ത പോലീസിന് ലഭിച്ചത്. എന്താണ്? ഇസ്ലാമിലെ പ്രവാചകനെ നിന്ദിച്ചത്രേ. ശർമിഷ്ഠയ്ക്കും കുടുംബത്തിനും വക്കീൽ നോട്ടീസ് അയച്ചെങ്കിലും കൈപ്പറ്റാൻ വീട്ടിൽ ആളുണ്ടായിരുന്നില്ല. നോട്ടീസുകൾ കൈപ്പറ്റാത്തതിനാലും മറുപടി ലഭിക്കാത്തതിനാലും കൊൽക്കത്തയിലെ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചു. അങ്ങനെ അവർ അറസ്റ്റിലുമായി. കൂടുതൽ അന്വേഷണത്തിനും ഫോറൻസിക് പരിശോധനയ്ക്കുമൊക്കെയായി ശർമിഷ്ഠയുടെ ലാപ്ടോപ്പും ഫോണും ഒക്കെ നിലവിൽ പിടിച്ചെടുത്തിരിക്കുകയാണ്. ശനിയാഴ്ച അലിപോൾ കോടതിയിലായിരുന്നു ശർമിഷ്ഠയുടെ വിചാരണ നടന്നത്. ജാമ്യത്തിന് ഈ 22-കാരി അപേക്ഷിച്ചെങ്കിലും അവരെ ജൂൺ 13 വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടാനും കോടതി മഹാമനസ്കത കാണിച്ചു. നിയമപരമായി സാധ്യമായതെല്ലാം ചെയ്തു. വക്കീൽ നോട്ടീസ് കുടുംബത്തിന് നൽകാൻ ശ്രമിച്ചെങ്കിലും അവർ ഒളിവിലായതിനാൽ അത് കൈപ്പറ്റിയിരുന്നില്ല. ഇതേ തുടർന്നാണ് കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത്. അതുകൊണ്ട് തന്നെ തെറ്റിദ്ധരിപ്പിക്കുന്ന, വിവാദമുണ്ടാക്കുന്ന വാർത്തകളിൽ നിന്നും കാര്യങ്ങളിൽ നിന്നും ആളുകൾ മാറി നിൽക്കണമെന്ന് കൊൽക്കത്ത പോലീസ് മാധ്യമങ്ങളോട് പറഞ്ഞ് തടിതപ്പി. എന്നാൽ ശർമിഷ്ഠയുടെ അറസ്റ്റിനെതിരെ വൻ പ്രതിഷേധമാണ് നിലവിൽ രൂപപ്പെട്ടിരിക്കുന്നത്. വിവാദങ്ങൾക്ക് പിന്നാലെ നടിയും രാഷ്ട്രീയ നേതാവുമായ കങ്കണ റൗണട്ട് ഈ ശർമിഷ്ഠയ്ക്ക് പിന്തുണയുമായി രംഗത്തെത്തുന്നുണ്ട്. ശർമിഷ്ഠ തന്റെ വീഡിയോയിൽ ചില വാക്കുകളൊക്കെ ഉപയോഗിച്ചു. ചില അസുഖകരമായ വാക്കുകളാണവ. അത് ഞാൻ ശരിവെക്കുന്നുണ്ട്. എന്നാൽ ഈ കാലത്ത് എല്ലാ യുവാക്കളും ഉപയോഗിക്കുന്ന വാക്കുകളാണിത്. അവർ താൻ ചെയ്തതിന് മാപ്പ് പറഞ്ഞു, പോസ്റ്റ് പിൻവലിച്ചു. ഇനിയും അവരെ ഉപദ്രവിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യരുത്, ശർമിഷ്ഠയെ ഉടൻ വിട്ടയക്കണം എന്നായിരുന്നു കങ്കണ പറഞ്ഞത്. ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയുന്ന നിരവധി ആളുകളുമുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം രാജ്യത്ത് നിരവധി ആളുകൾ കേന്ദ്ര സർക്കാരിന്റെ നടപടിയെ പൂർണ്ണമായും അനുകൂലിച്ച് രാജ്യത്തിനൊപ്പം നിന്ന് രംഗത്ത് വരുന്ന സാഹചര്യമുണ്ടായി. പാകിസ്ഥാന്റെ തീവ്രവാദ രാഷ്ട്രീയത്തിന്റെ യഥാർത്ഥ മുഖം തുറന്നു കാണിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് പാകിസ്ഥാനെതിരെയും ഖാൻ നടന്മാരെയും കുറ്റപ്പെടുത്തി വീഡിയോ ചെയ്ത ഒരു യുവതിയെ കിലോമീറ്ററുകൾ യാത്ര ചെയ്തു പോയി
പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. വിമർശിക്കാൻ ഈ നാട്ടിൽ എല്ലാവർക്കും, ഏത് തമ്പുരാനെതിരെയും വിമർശിക്കാൻ എല്ലാവർക്കും അവകാശമുള്ളപ്പോൾ മതനിന്ദ പോലെയുള്ള കാടൻ നിയമങ്ങൾ ഉപയോഗിച്ച് ആളുകളെ നിശബ്ദമാക്കാനുള്ള സ്റ്റേറ്റ് സ്പോൺസർഡ് ഗൂഢാലോചനയാണിത്. മതം ചോദിച്ച് ആളുകളെ കൊന്ന പഹൽഗാം ആക്രമണത്തിന് പിന്നിൽ മതഭീകരവാദമുണ്ട് എന്നതിന് സംശയമില്ല. ലോകത്തെ മുഴുവൻ പാകിസ്ഥാന്റെ ഭീകരാക്രമണത്തെ മനസ്സിലാക്കാൻ സർവകക്ഷി സംഘത്തെ അയച്ച നാം സ്വന്തം നാട്ടിലെ ആളുകൾക്ക് പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരെ സംസാരിക്കാൻ അവകാശം നൽകുന്നില്ലേ എന്ന ചോദ്യം, അതും ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രത്തിൽ ലഭിക്കുന്നില്ലേ എന്ന സംശയം ഷർമിഷ്ഠ പനോളി എന്ന 22-കാരിയുടെ അറസ്റ്റിലൂടെ നിലവിൽ ഉയരുന്നുണ്ട്.